അമ്മ മഹാമായയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞ് അറിവിലും സംസ്കാരത്തിലും കരുണയിലും വളരും. അതാണ് വിദ്യാമ്മേ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇങ്ങനെ താടി ഞെക്കി പിഴിഞ്ഞിരിക്കാതെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉരുളിയാലും. ഉരുളാറ് ബെറാറൊന്നുമില്ല, അരുളാറേ ഉള്ളൂ. അരുളുകയോ ഉരുളുകയോ പെരളുകയോ എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം സ്വാമി കണ്ടുപിടിച്ചു തരണം. പരിഹാരമൊക്കെ ഉണ്ട്. അതിനു മുമ്പ് കട്ടിക്ക് ഒരു ദക്ഷിണ വച്ചാട്ടെ. അതിനാണോ അത്ര ലേറ്റാക്കിയത്? ₹100? അതിത്തിരി കൂടിപ്പോയല്ലോ. കൂടുതലാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരാവട്ടെ. അപ്പോ രാമായണം വായിച്ചപ്പോ ആ കുട്ടിയിൽ ഭാവപ്പകർച്ച ഉണ്ടായെങ്കിൽ ഉറപ്പായും അത് പൈശാചിക ശക്തിയുടെ പ്രഭാവം തന്നെ. വല്ലാത്തൊരു പൈശാചികത എനിക്ക് ആ കൊച്ചിൽ മണക്കുന്നുണ്ട്. സാരമില്ല, നമുക്കത് ഒന്നുകൂടി ഉറപ്പിക്കാം. ഈ ഭസ്മം ഒരു ഇലയിലാക്കി അവൾക്ക് നേരെ നീട്ടണം. എന്തെങ്കിലും അനുനയം പറഞ്ഞ് അവളെ കൊണ്ട് തൊടുവിക്കുകയും വേണം. ഈ ഭസ്മം തൊട്ടാ അവളുടെ ഉള്ളിലെ പൈശാചിക ശക്തി പോവോ സ്വാമി? പോവില്ല, കൂടുതൽ ശക്തിയോടെ അത് മറന്നേക്കി പുറത്തു വരും. പിന്നെ അവിടെ സംഭവിക്കുന്നത് അവളുടെ ഒരു താണ്ഡവം തന്നെയായിരിക്കും. അതോടെ ഉറപ്പിക്കാം അവളൊരു അസുര ജന്മമാണെന്നും രാക്ഷസ ശക്തിയാണ് അവളിൽ കുടികൊള്ളുന്നതെന്നും. അയ്യടാ, അത് മതി എനിക്ക്. അവള് ചില്ലറക്കാരിയല്ലെന്നേ ആ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞാ മതി. അങ്ങനെ അറിഞ്ഞ അവളെ സന്ദീപ് സാറ് തന്നെ തല്ലി ഓടിച്ചോളൂ. മതി, ഈ ഭസ്മം വെച്ച് ഞാൻ ഒരു കലക്ക് കലക്കും സ്വാമി. സംഭവിച്ച പോലെ നടന്ന സ്വാമിക്ക് ഇതുപോലെ കട്ടിയുള്ള ദക്ഷിണ ഞാൻ ഫ്രീ ആയിട്ട് തരും.
എന്നാ ഞാൻ പോയിക്കോട്ടെ സ്വാമി, അനുഗ്രഹിച്ചാൽ.